ഹലോ ഡിയേഴ്സ്, ഇതിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലാണേ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നേ, നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് വെക്കും, പക്ഷേ നിമിഷങ്ങൾക്കകം സാഹചര്യങ്ങൾ കൊണ്ട് മാറാറുണ്ട് എന്ന് പറഞ്ഞല്ലേ. അത് കറക്റ്റായിട്ട് ഇപ്പോൾ സംഭവിച്ചത് എനിക്ക് തന്നെ കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ എന്തൊക്കെയോ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞ്. രഘുചേട്ടൻ്റെ കൈ കണ്ടോ, എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തോ കടിച്ചു എന്ന് പറയുന്നു. പിന്നെ കടിച്ചതിൻ്റേതായിട്ടുള്ള പാടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വലത്തെ കയ്യിലാണ് സംഭവം. ഞാൻ ഇടത്തെ കൈ തൊട്ടപ്പോൾ കണ്ടാൽ നല്ല കുഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ടാവും. പക്ഷേങ്കിൽ ഇതിപ്പം വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. നല്ല പോലെ വീർത്ത് നല്ല ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര കല്ലിച്ച് എന്താ സംഭവം എന്നൊരു പിടിയില്ല. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം രാത്രിയിൽ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ച്, അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴേ ഇൻഫെക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സർജനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ നേരെ ഞങ്ങൾ സർജനെ കാണിക്കാൻ രാവിലെ വന്ന് കേട്ടോ. നല്ല തിരക്കാണ് ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പോൾ സർജനെയൊക്കെ കാണിച്ചിട്ട് ഇതേ മെഡിസിൻ വാങ്ങിക്കാൻ പോയി നിൽക്കുക. ഞാൻ നിൽക്കാമെന്നൊന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി മെഡിസിനൊക്കെ വാങ്ങിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേ ഈ ഒരു നീരിങ്ങനെ കയ്യിലുള്ളതുകൊണ്ട് അതിലിങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനാണ് അങ്ങോട്ട് പോയത്. അപ്പം ഞാനിങ്ങനെ രണ്ട് കൈയും വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മാത്രമേ വീഡിയോയിൽ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പം റിയലായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാറ്റം. ഞങ്ങളിപ്പം ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പം ഇപ്പം ഡ്രസ്സിങ്ങിന് പറഞ്ഞു വിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ നീരുള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നീര് കുറയാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങാണ്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സൊക്കെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ് ഡ്രസ്സിങ്ങിന്. അപ്പോൾ ഈ വർഷം തുടങ്ങിയപ്പോൾ മുതലേ ഹോസ്പിറ്റലിലാണല്ലോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കാര്യം കേശപ്പനെയും കൊണ്ട് കുറേ ദിവസം കൊണ്ട് കയറിയിറക്കം ആയിരുന്നല്ലോ. അവനും ഇപ്പോൾ 2 ദിവസം ആയതല്ലേ ഉള്ളൂ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ കേശപ്പൻ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇത്രയൊന്നും അവന് ക്ലാസ് ആബ്സെൻ്റ് ആയിട്ടില്ല. ഈ വർഷമാണ് ഒരുപാടായിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോക്കും വരവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒട്ടും താല്പര്യമില്ലാതാണ് ഇത് കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മെഡിസിൻ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ ഒറ്റ നിർബന്ധം കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാട്ടോ. ഇപ്പം തന്നെ സമയം 1:15 ഇനി ഇന്നാണ് കേശപ്പൻ്റെയൊക്കെ ആനുവൽ ഡേ ആണ്. അപ്പം അവനെയും കൊണ്ട് പോകണം. മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ചെല്ലണമെന്നാണ്. ഒരു 2 മണിക്ക് എത്തണമെന്നാണ്. 2:30 നമ്മൾ എത്തണം. ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നേരെ ഇനി വീട്ടിലോട്ട് തന്നെ പോകാട്ടോ. അപ്പോൾ ഡ്രസ്സിങ്ങെന്ന് വെച്ചാൽ നീരിനുള്ള മരുന്നൊക്കെ വെച്ചിട്ട് കവർ ചെയ്തൊക്കെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ നീര് കുറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനി നീര് വീണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മൺഡേ പോകണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.